വെൽക്കം ബാക്ക് ടു മൈ അൻഷു പറ്റി. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്നുള്ളത് വേറെ എന്തല്ല, നമ്മളെ ബാക്ക് എടുക്കാൻ മുതലേതാ കണ്ടോ ഗൈസ്, നമ്മളെ സ്വന്തം വനമാണ്. അപ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞ് കിടക്കാണ് മുതൽ. അപ്പോൾ ട്രിപ്പ് പോലും പോയില്ല. അപ്പം വണ്ടിക്ക് ട്രിപ്പൊക്കെ ഉണ്ട്, പക്ഷെ അതിന് മുന്നേ നമ്മളൊരു കിടിലൻ ട്രിപ്പ് എടുക്കുന്നുണ്ട്. അപ്പം എന്താണെന്ന് പറയുന്നത് ഗൈസ് വേറെ എന്തല്ല, ഞാൻ അപ്പം പറയാം. ഇപ്പം പറഞ്ഞാൽ എൻ്റെ ഒരു ഫീല് പോലും ഗൈസ് അപ്പം ഞാൻ പറയാമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ ഏതായാലും നമ്മൾ വണ്ടിൻ്റെ കൊമ്പിൽ വരെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ സുഗണ്ണൻ്റെ ഷെഡിലാണ് നമ്മൾ വർക്കിന് കൊടുത്തത്. അതല്ലാതെ നമ്മൾ വണ്ടി കാണാനുണ്ട് സാധനം പറയുന്നത്. വനത്തിൻ്റെ ബാക്കിലെ സ്റ്റിക്കറൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് നേരെ ഇവിടെ നിൽക്കുന്നതല്ല, നമുക്ക് നേരെ പോകണം. ഇന്നത്തെ പരിപാടി വേറെ ഒന്നുമല്ല, ചെറിയ പരിപാടി ഉണ്ട്. അപ്പം അതിന് വേണ്ടി നിൽക്കുന്നുണ്ട് ഓൺലൈന്. അപ്പം ഏത് ഷെഡിലാണെന്ന് ചോദിച്ചാൽ നമ്മൾ സ്വന്തം ഷെഡിലാണ്, ഇത് കോഴിക്കോട് ജില്ലയിൽ ഗൈസ്. അപ്പം നമുക്കിവിടെ കാണാം കോഴിക്കോട് എന്നില്ല. അപ്പോൾ നമ്മൾ കോഴിക്കോടാണ് ഇപ്പം ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെ വീട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ അടുത്ത് തന്നെയാണ്. വീടൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് നേരെ പറഞ്ഞാൽ നമ്മളെ വീട്ടിലാണ് ഗൈസ്. അപ്പോൾ വീട്ട് വണ്ടി എന്ന് പറയുമ്പോൾ പകുതിയോളം ഒരു കാൽ ഭാഗം പുറത്താണ് കിടക്കുന്നത്. സംഭവം വീടിൻ്റെ സ്പേസ് കൂട്ടിയിട്ടുണ്ടെങ്കിലും വണ്ടി കയറില്ല എന്നാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്താൽ വണ്ടി കയറുമെന്ന് തോന്നുന്നുണ്ട്. സംഭവം ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി വെക്കാം. നേരം വണ്ടിയെല്ലാം ഗൈസ് കയറേണ്ടിയാണ്. അപ്പോൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി വിടാം. ഞാൻ കഷ്ടപ്പെടുന്ന ശേഷം നമ്മളെ വണ്ടി നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ വണ്ടി ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മളെ വീട്. ഒരു ചെറിയ ടൈപ്പ് വീടാണ്. നമുക്ക് വലിയ വീടിനോടൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു റോഡ് സൈഡാണ്, നമുക്ക് കുറച്ച് ഉള്ളിലോട്ടായിട്ടില്ല വീട്. വണ്ടി മീൻസ് ഏതായാലും എടുക്കാമല്ലോ ഗൈസ് അല്ലേ. പിന്നെ ഈ ഒരു ട്രാഫിക് മോഡിൻ്റെ ഒരു സിസ്റ്റം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. വേറെ എന്തല്ല, ഒരു ഡാമേജ് സിസ്റ്റം റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇതിൽ വലിയ സന്തോഷം, കാരണം എൻ്റെ വണ്ടിയിൽ പോണ എന്തായാലും വണ്ടി കൺട്രോളിൽ പോകണമാണ് ഗൈസ്. അപ്പോൾ ആ സമയത്ത് ഡാമേജ് സിസ്റ്റം ഒഴിവാക്കിയോണ്ട് ചില യൂട്യൂബേഴ്സിനൊക്കെ പണിയാവും. ചിലപ്പോൾ ചിലവർ കണ്ടൻ്റായിട്ട് ഡാമേജ് സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ അവർക്ക് എട്ടിൻ്റെ പണിയാണ് ഈ ഡാമേജ് സിസ്റ്റം ഒഴിവാക്കിയോണ്ടെന്നല്ലേ. പിന്നെ ഇവിടെ എല്ലാം ബസ്സിൻ്റെ ഒക്കെ അകത്ത് പോക്കിയിട്ടുണ്ട്. നമ്മൾ KSRTCൻ്റെ പിന്നാലാന്ന് തോന്നുന്നുണ്ട് ഒരു വണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഇനി നേരെ നമ്മളെ ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. അപ്പം കാണാം ഒരു റെസ്റ്റോറൻറ്റ് റെസ്റ്റ് എടുത്തിരുന്നു. അപ്പോൾ ഒരു ദിവസത്തേക്ക്. അപ്പം നാട്ടിൽ നിന്ന് ഞാൻ ഇവിടെ വന്ന് 2 ദിവസമായി ഗൈസ്. പിന്നാണ് നമ്മളെ ബസ്സിൻ്റെ ഡെലിവറി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ വന്നത്. നമ്മളെ ക്യാപ്റ്റൻ്റെ ഡെലിവറിയാണ് ഗൈസ് ഇന്ന്. അപ്പോൾ നമ്മളപ്പോൾ ഞാൻ മാത്രമല്ല വന്ന് നമ്മളെ ചങ്ക് മച്ചാനായി ഹാദിൻ്റെ. അപ്പം മച്ചാൻ വണ്ടിയുടെ ഉള്ളുണ്ട്, വണ്ടിയൊക്കെ ഒന്ന് റെഡിയാക്കുമായിരുന്നു. അപ്പം ഞാൻ വരുന്ന വഴിയാണ് അവൻ ഇങ്ങനെ വന്ന് കണ്ടേ. അപ്പം ഞാൻ ഇങ്ങനെ കാര്യത്തിൽ പോകാൻ കണ്ടപ്പോൾ വന്ന് ഓനിപ്പം അഞ്ഞ് വണ്ടി ഭ്രാന്ത് എന്നെ വണ്ടി ഭ്രാന്തനെ ആക്കിയ ഓനാണ്. അപ്പോൾ അവൻ മച്ചാൻ ഇപ്പം വലിയ ഓട്ടമൊന്നുമില്ല, വെറുതെ എടുക്കുകയാണ്. അപ്പോൾ മച്ചാൻ വണ്ടീൻ്റെ അകത്തുണ്ട്. ഇതോ ക്ലീനിങ് പരിപാടിയൊക്കെ ആയിട്ട് പോയാണെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. വണ്ടിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പോയാണെന്ന് തോന്നുന്നുണ്ട്. അല്ല വണ്ടി നമ്മൾ എടുക്കുകയാണ്. ഇനി നേരെ പോവാണ്. എങ്ങോട്ടാന്ന് ചോദിച്ചാൽ വേറെ അങ്ങോട്ടുള്ള ഗൈസ്, നമ്മൾ സ്വന്തം പ്രകാശിലേക്കാണ്. അപ്പോൾ റിവേഴ്സ് അധികം പോകുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഒരു ബുള്ളറൊക്കെ സെറ്റായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നേരെ വിട്ടിട്ട് കാണാം. അപ്പോൾ പേഴ്സണലി എനിക്ക് ഒരു ക്യാബിൻ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു കിടിലൻ ക്യാബിൻ തന്നെ സെറ്റപ്പ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെ വഴി തെറ്റിയോ നോക്കട്ടെ ഗൈസ്. ജസ്റ്റ് വഴി തെറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഇല്ലല്ലോ ഗൈസ്, വഴി തെറ്റിയിട്ടൊന്നുമില്ല, നേരെയാണ് പോണ്ടി. അപ്പം നമുക്ക് ഈ വണ്ടിൻ്റെ ക്യാബിൻ എനിക്ക് വല്ലാതെ രീതിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മച്ചാൻ ഇവിടെ ഉണ്ട്. അപ്പോൾ മച്ചാനെ എന്തൊക്കെയാണ് വർത്താനം, സുഖല്ലേ? ബ്രോ എന്തൊക്കെയാണ് സുഖല്ലേ? അപ്പം എന്തൊക്കെയാണ് ആദ്യത്തെ വണ്ടിയല്ലേ ഇപ്പം ഇറങ്ങണേ, കിടിലല്ലേ? ഓ പിന്നെ സുഖമല്ലേ? ഈ ഒരു വണ്ടി ഏതാ? ഒരു
വണ്ടി ഏതാ എന്തോ ക്യാപ്റ്റൻ അല്ലേ? ഈ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ വണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് വണ്ടി അതിന് ആഴ്ച ഒരു സെഡാണ് ഫ്രീ അല്ല സെഡാണ് സെയിൽ ചെയ്തതെന്ന് കണ്ടിട്ടായിരുന്നു. അപ്പോൾ ആ ഒരു വണ്ടി എന്നൊക്കെ പറയുമ്പോൾ ഫീലായിട്ട് വർക്ക് ചെയ്ത വണ്ടിയാണ്. അപ്പോൾ ഒക്കെ കൊടുത്തെന്തിനാ അത് എന്നൊരു വണ്ടിയിൽ ലുക്കിൽ കിടന്ന ഒരു സുഖം ഉണ്ടാവില്ലല്ലോ. അപ്പം അങ്ങനെ സെയിൽ ചെയ്താ അല്ല, നമ്മൾ പറഞ്ഞ് പ്രകാശക്തി നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഞാനും ഞാൻ വേഗം പോയിട്ട് നിർത്തിയിട്ട് വന്നുള്ളൂ. അപ്പം നമുക്ക് നേരെ ഇറങ്ങാം, വേറെ ഇറങ്ങിക്കോ. അപ്പം നമ്മളങ്ങനെ പ്രകാശിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പറഞ്ഞ് നമ്മൾ പ്രകാശെത്തി മറന്നുപോയി. പ്രകാശത്ത് നിന്ന് ഇറങ്ങി പോയൊരു ബസ്സാണ് ഇപ്പോൾ ഈ കയറിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ബസ് ഇവിടുന്ന് മാറ്റണം. കാരണം ഇങ്ങനെ ഒരു ബസ് ഇവിടെ നിർത്തിയത്, കാരണം നമ്മളെ ബസ് ഇറങ്ങാനിലാണ്. അപ്പം ഇനി ഒരുപാട് ബസ്സുകൾ ഇങ്ങനെ ഇറങ്ങാനിലാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബസ് ഇവിടെ നിർത്തിയിട്ടാണ് സേഫല്ല, ഇറക്കണം. അപ്പം നമുക്ക് നമ്മളെ ബസ് കാണാം. ചെറുക്കൻ്റെ പൂജയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഒരു വീഡിയോ ഇടാൻ കഴിയാത്ത സിറ്റുവേഷൻ ആയിരുന്നു. പൂജ കഴിഞ്ഞ് നമ്മളെ ചെറുക്കൻ സെറ്റായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടുള്ളി വണ്ടീൻ്റെ ലുക്ക് മറ്റേ മോനെ സീന്. അപ്പോൾ നമ്മൾ അത്ര ലുക്കിലാണ് വണ്ടി നമ്മൾ പണിതിട്ടുള്ളത്. പിന്നെ ഈ ഒരു വണ്ടിയൊക്കെ സംഭവം കണ്ടില്ല ഗൈസ്, ആ ഒരു ഭാഗം ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ഗൈസ്. അത് ഞാൻ പ്രതീക്ഷ കാര്യമാണ്, നമ്മളതിനെ പറഞ്ഞ് ബ്ലാക്ക് ആക്കി പിച്ചാനാണ് അത് കാര്യം. പിന്നെ നമ്മൾ ലൈറ്റൊക്കെ നോക്കി ഗൈസ്. പിന്നെ ഇവിടെ ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്, ഇത് നമ്മൾ പൊട്ടിച്ചാണ്. പിന്നെ നമ്മളെല്ലാ ബോഡിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാണ് ജസ്റ്റ്. പിന്നെ കർട്ടൻസൊക്കെ നമ്മൾ ബ്ലൂ ആണ് കേട്ടോ ആക്കിയിട്ടുള്ളത് ഗൈസ്. പിന്നെ നമ്മൾ ബ്ലാക്കിൽ അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞാണ് സംഭവം ചെയ്തിട്ടുണ്ട്. നമ്മളെ മെയിൻ പഴയ ക്യാപ്റ്റൻ. പിന്നെ ബാക്ക് Z1 ആണ്. അത് ആ പഴയ ക്യാപ്റ്റന് Z1 തന്നെയാണ് ബാക്കിൽ സെറ്റ് ആവുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ Z1 ആക്കിയെന്ന് കേട്ടോ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ചെറുക്കൻ്റെ ഇൻറ്റീരിയർ ലുക്കൊന്ന് കാണുന്നുണ്ട്. അതിന് സ്റ്റോക്ക് ഇൻറ്റീരിയറാണ്, വലിയ കാര്യമൊന്നുമില്ല കണ്ടിട്ട്. അപ്പം അച്ഛൻ്റെ വണ്ടീൻ്റെ ഉള്ളിലാണ് കേസ്. അപ്പോൾ വണ്ടി എന്താണ് ഇതൊക്കെ നോക്കി നിന്നാണ് വണ്ടി ഇറങ്ങാണ്. മോനെ ഇറക്കാൻ നോക്കുക കേസ്, വേറെ ലെവൽ തന്നെയാണ്. അപ്പം അച്ഛനെ ഇങ്ങനെ ഉണ്ട് വണ്ടി, ഒരു രക്ഷമല്ല മോനെ. പോളീസോനം പറഞ്ഞ പോളീസോനം. ഇതൊക്കെ എങ്ങനെ ആദ്യമായിട്ടേക്കൂലേ പ്രകാശൊക്കെ? പിന്നെ അല്ല, നമുക്കൊരു ബസ് എടുക്കണമെന്നുണ്ട്. കയ്യോ പിന്നെ ഞാൻ എടുത്തരൂല എനിക്ക് ബസ്. അല്ല പിന്നെ അല്ലേ ഇതിൻ്റെ ചങ്കലടാ ചങ്ക് ആണ്. മച്ചാനൊരു വണ്ടി എടുത്ത് കൊടുക്കണം. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക മച്ചാന് വണ്ടി എടുത്ത് കൊടുക്കണമെന്ന്. ആ കമൻറ്റ് ചെയ്യണം മക്കളെ. അപ്പം നമുക്ക് നേരെ നമ്മളെ വീട്ടിലെത്തിയിട്ട് കാണാം. അപ്പം നമുക്ക് വീടെത്തിയിട്ട് ബാക്കി വീഡിയോ അത് നിർവഹിക്കാൻ വേണ്ടിയാണ് നിന്നത്. ഈ ഒരു ഭാഗത്തുനിന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാണ്ടാണ് നമ്മൾ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിലാകെ 67 ലിറ്റർ ഉള്ളൂ. എന്നാലും നമുക്ക് ഫുൾ ടാങ്ക് അടിക്കണം. ആദ്യം അടിച്ചാണ് കേസ്, ഇനി ഫുൾ ടാങ്ക് അടിക്കണം. അപ്പം ഒന്നാമതന്നെ ഞാൻ പോണത് കേസ് അല്ല, ഒരു 20 അടുത്തുള്ള പൈസ നടന്നു പോയിട്ടുണ്ട്. പൈസൻ്റെ അത്ര പോലും ലിറ്റർ കൂടുന്നില്ല ഗൈസ്. ഇപ്പം എന്തായാലും 200 ലിറ്ററാണ് നമ്മൾ മിനിമം. റോങ്ങല്ല ഗൈസ്, ഇങ്ങോട്ടല്ല കൂടി ഇങ്ങോട്ടാണ്. അപ്പം 200 ലിറ്റർ അടിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് നാട്ടിലെത്തിയിട്ട് കാണാം.